Watch India's largest kids library only on Jio Hotstar. Download the app now. ഡ്രൈവറെ വണ്ടി എടുത്തോ. നമ്മുടെ വലയിൽ ഇപ്പോ ചപ്പും ചവറുവാ കൂടുതല്. മീനൊന്നും കിട്ടുന്നുമില്ല. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ഒരുപാട് നേരമായല്ലോ, പക്ഷെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ പാൻ ചൂടായി കഴിഞ്ഞു. ഫിഷ് ബാർബിക്യൂ യമ്മി. ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയായിട്ടുണ്ടല്ലേ രുദ്ര? എത്രയും പെട്ടെന്ന് കുറച്ച് മീനുകൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓ ചേട്ടാ, ഇതെന്താ മീൻ വലയിൽ കുടുങ്ങിന തോന്നുന്നത്? ഇത് വളരെ വലുതാന്ന് തോന്നുന്നത്. അത് നമ്മളെ പിടിച്ച് വലിക്കാണ്. നല്ലോണം വലിച്ചു പിടിക്കാം. വളരെ വലിയ മീനെന്ന് തോന്നുന്നത്. നല്ലോണം വലിക്കാം. ഇനിയും നന്നായിട്ട് വലിച്ചു പിടിക്കാം. ഒരു പക്ഷേ ഇത് വലിയ മീനായിരിക്കും. ഞാനൊന്ന് പോയി നോക്കട്ടെ. അതിങ്ങോട്ട് വന്നതും അതിനെ വെട്ടി ഞാൻ പീസ് ആക്കും. നല്ലോണം വലിച്ചു പിടിക്കേ. വെൽക്കം റെഗുല. പക്ഷെ ഇതെന്താ? അത് കയറ് കട്ടാക്കിട്ട് ഓടിപ്പോയല്ലോ. രുദ്ര, അതെന്താ സാധനം? എനിക്ക് തോന്നുന്നു വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാ. അത് കണ്ടില്ലേ? അതൊരു ജയന്റ് ഓക്ടോപസ് ആണ്.
സാധനം. ഓ അത് കണ്ടില്ലേ, ആ കപ്പല് വെള്ളത്തിൽ മുങ്ങ. ജയന്റ് ഓക്ടോപസിന്റെ കാലുകൾ അത് പിടിച്ച് വലിച്ചോണ്ടിരിക്കാ. ചേട്ടാ ഇത് വലിയ പ്രശ്നമായല്ലോ. രുദ്ര വേഗം ഇവിടുന്ന് ഓടിക്കോ. ഒന്ന് നോക്ക്, പ്രശ്നങ്ങൾ കാണുമ്പോ തിരിഞ്ഞു ഓടുന്നത് ഭീരുക്കളുടെ സ്വഭാവമാണ്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കണം. ഇത്രയും വലിയ ക്രീച്ചർ ഒരു ഓക്ടോപസ് ആവാൻ സാധ്യതയില്ല. അതാ ബോട്ടിനെ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണല്ലോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. നീ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാനാണ് സീലോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചേ അടങ്ങൂ. മനുഷ്യരാരും ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനുഷ്യരോട് അത്രയും വലിയ വിരോധം വരാൻ കാരണം എന്താ? നമുക്ക് ഒന്ന് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാനോ? അതും നിന്നോടോ? ഞാൻ സമാധാനമായിട്ട് സംസാരിക്കാന്നാ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു കാര്യം പറയട്ടെ, ഈ രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? നീ എന്റെ കൂടെ ഏറ്റുമുട്ടുവാണല്ലേ? ചെക്ക, നിനക്ക് ഈ സീ ലോഡിന്റെ പവർ എന്താന്ന് ശരിക്കും അറിയില്ല. ആ ചെക്കൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. രുദ്ര ഇത് ജെല്ലി പോലെ ഭയങ്കര സ്റ്റിക്കിയാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം. പശയിട്ട് ഒട്ടിച്ചതുപോലെ ആയല്ലോ. ബാർബിക്യൂ നഷ്ടപോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഐസ്ക്രീം സിന്ദാബാദ്. വീണ്ടും അതെന്താ സംഭവം? എനിക്കെന്താ ഈ വെള്ളം നേരത്തെ കണ്ടതുപോലെ തോന്നുന്നു. ഹലോ രുദ്ര. ഹലോ മെറിന, താങ്ക്സ് ഫോർ കമ്മിങ്. ഹായ്, ഹലോ ഒക്കെ കഴിഞ്ഞോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മെറിന, നീ വെള്ളത്തിൽ നിന്ന് നേരെ ഇവന്റെ മടിയിലേക്കാണല്ലോ എപ്പോഴും ചാടുന്നേ? മെറിന, we need your help. കുറച്ച് സമയം മുമ്പ് സീലോഡ് ഇവിടെ. എന്ത്? സീലോഡോ? സീലോഡ് ഇവിടെ വന്നിരുന്നോ? സോറി രുദ്ര, എനിക്ക് ഇപ്പോൾ തന്നെ പോണം. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഈ ബൈസ്കാ ഫിഷിംഗ് നെറ്റ് ക്രിയേറ്റർ. മെറീന, നീ അങ്ങനെ പോകരുത്. We need your help. സഹായമോ? രുദ്ര, എനിക്ക് മാത്രമല്ല ഏതൊരു സമുദ്ര ജീവിക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അയാളെ പേടിയാ, അതുകൊണ്ട് അയാളെ സീലോടെന്ന് ശരി, പറയുന്നത്. നീ ഒന്ന് പറയ്, അയാൾ എവിടെ താമസിക്കുന്നത്? I want to talk to him. അയാൾ ആ ബ്ലാക്ക് സീ മൗണ്ടന്റെ കേവിലാണുള്ളത്. ഞാനാണ് അയാളുടെ താവളം പറഞ്ഞെന്ന് പറയരുത്. അയാൾ എന്നെ കൊന്നു കളയും. ഞങ്ങൾക്ക് നീ പേടിയാ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മെറീന, നമുക്ക് എല്ലാ മെർമെയ്ഡ്സിനെ രക്ഷിക്കാം. ശരി, വരൂ. ഇനി നമുക്ക് വെള്ളത്തിൽ സംസാരിക്കാനും പറ്റും, ശ്വസിക്കാനും പറ്റും. എല്ലാരും കാലിലെ കോടാലി വെച്ച് വെട്ടുന്നത്, പക്ഷെ നമ്മള് കാല് കൊണ്ട് കോടാലിയെ വെട്ടാനായിട്ട് കോടാലി തേടി നടക്കുക.
നമുക്ക് ആ ഭാഗത്തേക്ക് ചെല്ലാം. മൈ ഡിയർ രുദ്ര, നീ ഇങ്ങനെ സൈഡിലേക്ക് എന്നെ തല്ലിക്കൊണ്ടിരുന്നാൽ സീലോഡിനെ കണ്ടെത്താനുള്ള വഴി ഞാൻ നിനക്ക് എങ്ങനെയാ പറഞ്ഞു തരും? മെറിന, നീയോ? സോറി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ഇപ്പൊ തന്നെ അയാളെ വിളിച്ചു എണിപ്പിച്ച് അയാളുടെ ദേഷ്യത്തിന് കാരണം ചോദിക്കണം. രുദ്ര, നിനക്ക് വളരെ നല്ലൊരു മനസ്സുണ്ട്, അതുകൊണ്ടാ നീ ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ അയാൾ എണീറ്റ് കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. ആദ്യം അയാളെ നിയന്ത്രിക്കാൻ നോക്കൂ, എന്നിട്ട് സംസാരിക്കും. പക്ഷേ അയാൾ കിടന്ന് ഉറങ്ങല്ലേ? ഉറങ്ങുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു ക്രീച്ചറിനെ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാ പിന്നെ ഞാൻ ചെയ്തോളാം. അയാളെ വലിയ ബോൾഡേഴ്സ് വെച്ച് ക്ലോസ് ചെയ്തേക്കാം. അപ്പൊ അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അയാളോട് സംസാരിക്കാം. മൈറ, വേണ്ട. രുദ്ര, അവരെ പറഞ്ഞു മനസ്സിലാക്കൂ. അന്തർ മന്തർ കാലക്കല്ലന്തർ ചൂ. രുദ്ര. ആരാടാ നീയാ? इसका मैजिकल ड्रॉप क्रिएटर. ആരാടാ എന്നെ കെട്ടിയിട്ടത്? ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നിന്നോട് ഞാൻ സംസാരിക്കാനോ? എന്നാ ശരി, സംസാരിച്ചേക്കാം. ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഇയാളുടെ ബോഡിയുടെ കളർ എങ്ങനെയാ മാറിപ്പോയത്? ഓ, അങ്ങനെയല്ല, എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറയാൻ മറന്നതാണ്. സീലോഡിന് ദേഷ്യം വരുമ്പോൾ അയാൾ പെട്ടെന്ന് റെഡായി മാറും. അപ്പോൾ അയാളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ഈ ഗുഗിക്കകത്ത് പോവാം. അതേതായാലും നന്നായി. ഇനി ഇയാൾ കടന്ന് ശബ്ദം ഉണ്ടാക്കില്ലല്ലോ. ഇപ്പൊ നീ സംസാരിക്കാം. ചേട്ടാ, ഈ സീലവന് ആഹാരം ഒന്നും കിട്ടുന്നില്ലേ? ഇവനെന്തിനാ കല്ലിട്ട് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുന്നേ? അത് പല്ലാണോ അതോ ഇരുമ്പാണോ? സോറി, എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ പറയാൻ മറന്നുപോയി. സീലോഡ് ഇങ്ങനെ പാറക്കഷ്ണങ്ങൾ വിഴുങ്ങിയാൽ അയാളുടെ ശക്തി 20 മടങ്ങ് വർദ്ധിക്കും. സീലോഡ് നമ്മളെ വിളിക്കാൻ ഇത്ര ദൂരെ വന്നിട്ട് എന്താ തിരിച്ചു പോയത്? അത് എന്ത് ശബ്ദമാണ്? നമുക്ക് സീലോഡിന്റെ പുറകെ പോകണം. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി എത്ര കാലങ്ങളാ ഞാൻ കാത്തിരുന്ന് അറിയാവോ? ഈ ഒരു ദിവസം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഈ എക്സിൽ നിന്നും അത് പുറത്തേക്ക് വരും. അപ്പൊ ഞാൻ അവരെ വെച്ച് ഒരു ആർമി റെഡിയാക്കും. പിന്നെ അവരെല്ലാവരും ചേർന്ന് അടയാളം പോലുമില്ലാതെ മനുഷ്യരെല്ലാവരും നശിപ്പിക്കാം. എല്ലാ ഹ്യൂമൻസിനെയും പിടിച്ചങ്ങ് തിന്നും. ഓ അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് സമുദ്രചക്രത്തിന്റെ അവസാന ദിവസമാണ്. അത് സീ എയറിൽ 1000 വർഷം കഴിഞ്ഞാണ് വരുന്നത്. ഈ മുട്ടകൾക്കകത്ത് വലിയ പ്രെഡേറ്റേഴ്സ് ഉണ്ട്. അവയൊക്കെ ഇന്ന് ജനിക്കാൻ പോവുകയാണ്. അതെ, പ്രെഡേറ്റേഴ്സ്. യെസ്, അതിനെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് ജനിച്ച ഉടനെ ആരെയാണോ കാണുന്നത് അവര് കമന്റ് മാത്രമേ കേൾക്കുന്ന പറഞ്ഞത്. അവൻ എന്ത് പറഞ്ഞാലും ശരി, അത് അങ്ങനെ തന്നെ ചെയ്യൂത്രേ. അത് സീ ക്രീച്ചേഴ്സ് ആൻഡ് ഹ്യൂമനെയും പിടിച്ച് തിന്നുന്നതാണ്.
ഇനിയിപ്പൊ നിന്നെ എന്റെ കയ്യിൽ നിന്നും ആരാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്? നമുക്ക് കഴിച്ചതും വളരെ വലുതായി മാറിയിരിക്കാം. ഇത് എല്ലാം ജനിച്ചാൽ വലിയ നാശം ഉണ്ടാവും. അപ്പൊ ഉടൻ തന്നെ ഇതിനെ ഡിസ്ട്രോയ് ചെയ്തേ പറ്റൂ. ഇതൊരു ടീമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സീലോട് പറഞ്ഞതുപോലെ എല്ലാരും നശിപ്പിക്കും. രുദ്ര, നിങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിക്കഴിഞ്ഞല്ലേ? രുദ്ര, ഇനി നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. മുട്ടയിൽ നിന്നും ക്ലീച്ചസ് പുറത്തിറങ്ങി കഴിഞ്ഞാ പിന്നെ നിന്റെ കഥ അവര് അവസാനിപ്പിക്കും. രുദ്ര ഇരിക്കാനല്ലേ പറഞ്ഞത്, ഓടാനാ പറഞ്ഞ്. ഹ്യൂമൻസിനോടുള്ള എന്റെ പകവീട്ടൽ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. Boom, chick, chick, boom! ഇവിടെ അടുത്ത് ആരോ ഓംലേറ്റും തന്തൂരി ഉണ്ടാക്കുന്നെന്നാ തോന്നുന്നേ. ഡ്രാഗൺ മുട്ട കൊണ്ട് ഒരു ഓംലെറ്റ്, പിന്നെ അതിന്റെ തന്തൂരാ. എന്റെ അപൂർവ മുട്ടകൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അതിനെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല. നിന്നെ വിടില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. എന്നെ വിട്ടേക്ക. എന്നെ വിടാനാ പറഞ്ഞത്. സിലോൺ, നിങ്ങളുടെ ദേശത്തിന് എന്താ കാരണം അതെനിക്കറിയണം. ഹ്യൂമൻസ് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ അവസാനിപ്പിക്കും. അയാളെ വിട്ടേക്ക്. അയാൾ മനുഷ്യർക്ക് വളരെ അപകടകാരിയാണ്. പക്ഷേ സമുദ്രജീവികളെ ഇയാൾ ഉപദ്രവിക്കാറേയില്ല. വരൂ മാർമേ, തീർച്ചയായും നീ അവന്റെ സഹായത്തോടെ എന്റെ അടുത്ത് എത്തിയിരിക്കുകയാണല്ലേ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അവൾ എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവളെ ക്ഷമിക്കുന്നു. പക്ഷെ രുദ്ര, നീ ധീരനാണ്. എന്നെ നീ സ്വതന്ത്രനാക്ക്. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ മനുഷ്യരോട് എന്തിനാ ദേഷ്യപ്പെടുന്നെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, നോക്ക്. രണ്ട് സൈഡും ചപ്പും ചവറും മാത്രമേ ഉള്ളൂ. വെറും ചപ്പും ചവറും, ബോട്ടിൽസ്, പിന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇതൊക്കെയാണ് എന്റെ ദേഷ്യത്തിനുള്ള കാരണങ്ങൾ. ഇത് കാരണമാണ് സീ ക്രിയേച്ചേഴ്സ് ഒക്കെ ചത്തുപോകുന്നത്. ഇപ്പൊ സീ ക്രിയേച്ചേഴ്സിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ മനുഷ്യരെ നശിപ്പിച്ചേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സീലോഡ്, ഐ ആം റിയലി വെരി സോറി. ഹ്യൂമൻസ് അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. പക്ഷെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്തത്? എനിക്ക് നിങ്ങളുടെ ക്രീച്ചേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ സഹായം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇതെന്താ? അത് കൊള്ളാലോ. നീ ഇപ്പൊ ചെയ്തത് അത്ഭുതം തന്നെ. തൽക്കാലത്തേക്ക് ഇതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഹ്യൂമൻസ് ഇനി ഒരിക്കലും ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കില്ല. ആരെ ഒരിക്കലും വേദനിപ്പിക്കില്ല. രുദ്ര, നീ പ്രായത്തിൽ ചെറിയവനാണ്. പക്ഷേ ഇന്ന് നീ ചെയ്ത കാര്യം വെച്ച് നോക്കുമ്പോൾ എന്റെ മനസ്സിൽ എത്രയോ വലിയവനാണ് നീ. പിന്നെ ആ മുട്ടയിലുണ്ടായിരുന്ന ക്രീച്ചേഴ്സ്, അവരൊക്കെ എന്റെ ആരുമല്ല. ഞാൻ അവരെ ഹ്യൂമൻസിനെ നശിപ്പിക്കാൻ മാത്രമാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. താങ്ക് യു രുദ്ര, താങ്ക് യു. ഏതായാലും പ്രശ്നങ്ങളൊക്കെ നിന്നല്ലോ. All is well that ends well. Watch India's largest kids library only on Jio Hotstar. Download the app now.